ീ ബഹുശോരിനായ നിദ്രാസ്യസൗതൈനിരയ സമം സ്വസുഷ്ടയേ നൈമിത്തിക പ്രളയമാഹുരാത്രി. ആ ബ്രഹ്മാവ് 1000 ചതുരയുഗക്കാലം വലിപ്പമുള്ള നീണ്ട പകലും രാത്രി. ഇത് ചതുരയുഗം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിന്റെ കാലത്തിനെയാണ് പറയുന്നത്. ബ്രഹ്മാവ് സൃഷ്ടികൾക്കൊപ്പം അങ്ങനെ ലയിച്ചു ഉറങ്ങണ പോലെ ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ വരികയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇത് ആ ബ്രഹ്മാവിന് വരുമ്പോൾ, അതിനാൽ ബ്രഹ്മാവിന്റെ രാത്രി നൈമിത്തിക പ്രളയം പോലെ ബ്രഹ്മാവ് ഒരു പരാർത്ഥ കാലം പിന്നെയും ഭഗവാനെ തപസ് ചെയ്യാം. അത് ചെയ്ത് അത്ര അതാണ് പറയുന്നത്. ഒരു രാത്രി എന്ന് പറയുന്നത് ആ ഒരു പരാർദ്ധം കാലത്തിനെയാണ് പറയുന്നത്. പക്ഷെ ബ്രഹ്മാവിന്റെ ഒരു രാത്രി എത്രയോ വർഷമാണ്. അതേപോലെ ഒരു പകലും. അങ്ങനെ 3 പകലും 3 രാത്രിയാണ് ഒരു ബ്രഹ്മാവിന്റെ ആയസ്. മനസ്സിലായോ? അത് എത്രയോ കൽപ്പാന്ത കാലമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കൽപ്പാന്ത കാലം എന്നുള്ള പാട്ടൊക്കെ. അപ്പൊ പറയണേ, അസ്മാദൃശാ പുനർമുഖകൃത്യതുല്യാം കൃത്യം കരോത്യനുദിനം സഭവപ്രസാദാൻ പ്രാജ്ഞാം ജപരായുഷാം തു സുപ്തപ്രചോദന സമാപ്തി തഥാപി സൃഷ്ടി. ആ ബ്രഹ്മാവ് അവിടുത്തെ പ്രസാദത്താൽ വീണ്ടും വീണ്ടും ഓരോ ദിനം പ്രഭാത കർമ്മങ്ങളെപ്പോലെ നമ്മളെ പോലുള്ളവരുടെ സൃഷ്ടികർമ്മം നിർവഹിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ഭഗവാന് നമ്മളൊരു പ്രഭാത കർമ്മം എങ്ങനെ ചെയ്യും? അത് സിമ്പിളല്ലേ? നമ്മളിപ്പോൾ വലിയ അടുക്കളയിൽ ചോറ് വെക്കണ പണി ചില രാവിലത്തെ കാര്യം നീച്ച് കൊടുക്കുന്ന ചെയ്യണ പല്ല് തേക്കലും